ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇതൊരു കുടുംബ സംവിധാനമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവിടെ കുടുംബം സ്ഥാപിക്കുകയാണ്. മലാക്കിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം വചനം പറയുന്നുണ്ട്: ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? സ്നേഹമുള്ളവരെ, മാതാപിതാക്കളുടെ കൈപ്പിടിയിൽ നിന്ന് മക്കൾ വഴുതി മാറുകയാണ്. അരുതാത്ത കാഴ്ചകൾ അവരുടെ വിരത്തുമ്പിലൂടെ ഉള്ളിൽ കടന്ന് കുഞ്ഞു മനസ്സുകളെ പിച്ചു ചീന്തുന്ന ഒരു കാലം. ലൈംഗികതയും ലഹരി വസ്തുക്കളും കയ്യിൽ അകലത്തിൽ ധാരാളം ലഭിക്കുന്ന കാലഘട്ടം. സ്നേഹമുള്ള മാതാപിതാക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റൊന്നുമല്ല. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? സ്നേഹമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തില് മക്കളെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ മനസ്സിൽ കണ്ട് പ്ലാനിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി ഓടുകയും കുഞ്ഞുങ്ങളെ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കാൻ വേണ്ടി നമ്മൾ തത്രപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹത്തിൽ നിന്ന്, ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് നമ്മൾ മുഖം തിരിക്കരുത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ സന്തതികളെ മാത്രമാണ്. അതേ സ്നേഹമുള്ളവരെ, മാതാപിതാക്കളുടെ കൈപ്പിടിയിൽ നിന്ന് മക്കൾ വഴുതി മാറുന്ന ഒരു കാലമാണ്. അരുതാത്ത കാഴ്ചകൾ വിരത്തുമ്പിലൂടെ ഉള്ളിൽ കടന്ന് കുഞ്ഞു മനസ്സുകളെ പിച്ചു ചീന്തുന്ന ഒരു കാലമാണ്. ലൈംഗികതയും ലഹരി വസ്തുക്കളും കൈ അകലത്തിൽ ധാരാളം അവർക്ക് ലഭിക്കുന്നു. ഇവിടെ നമ്മൾ അധൈര്യരായിട്ട് മാറുകയല്ല വേണ്ടത്. നമ്മ ഇടവക ദേവാലയത്തെ ബലിപീഠത്തിലല്ലാതെ മറ്റൊരിടത്തും നമുക്ക് രക്ഷയില്ല എന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഏറ്റവും സുരക്ഷിതമായ സങ്കേതം അവിടെയാണ് നമുക്ക് ലഭിക്കുക. സങ്കീർത്തനം 84-ാമത്തെ അധ്യായത്തില് 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവിൽ പക്ഷി കുഞ്ഞിന് ഒരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. അതേ സ്നേഹമുള്ളവരെ, മാതാപിതാക്കളായ നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഉത്തരം ഇതാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, അവരുടെ വഴികളിൽ അരുതാത്തത് കാണുമ്പോൾ നമ്മുടെ സങ്കടം, നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു മറ്റൊരു സങ്കേതവുമില്ല. സങ്കീർത്തകൻ നമ്മളോട് ആവർത്തിച്ച് പറയുകയാണിത്: കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവിൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിലാണല്ലോ കണ്ടെത്തിയതെന്ന്. അതേ സ്നേഹമുള്ളവരെ, തന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും വിഴുങ്ങാൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരുന്ന ശത്രുവിന് ഒരിക്കലും കടക്കാൻ പറ്റാത്ത ഒരു സുരക്ഷിത സങ്കേതം കുരികിൽ പക്ഷിയും മീവൽ പക്ഷിയും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഛായയിലും സാധ്യത സൃഷ്ടിച്ച് ഏക ശരീരവും ഏക ആത്മാവുമായിട്ട് കുടുംബ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ മക്കളെ നമ്മൾ ശത്രുവിന് വിട്ടെറിഞ്ഞു കൊടുത്തിട്ട് വാവിട്ട് നിലവിളിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട സത്യം, ഈ കുരുകിൽ പക്ഷിക്കും മീവൽ പക്ഷിക്കും ഉള്ള വിവേകമെങ്കിലും നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഈ കുഞ്ഞു പൊട്ട പക്ഷികൾക്ക് പോലും അറിയാം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് ബലിപീഠമാണെന്ന്. ഇത് സ്നേഹമുള്ളവരെ, കുഞ്ഞായിരിക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ ബലിപീഠത്തോട് ചേർത്ത് വളർത്തുക. ബലിപീഠത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിൽ അവരെ വളർത്തുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപകടവും അവരുടെ വഴിയാത്രയിൽ ഉണ്ടാവുകയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, എൻ്റെ ജീവിതത്തില് ഞാൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജീവിതത്തിലെ ഒത്തിരി സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം നോക്കിയത് എൻ്റെ ഡാഡിയും എൻ്റെ അമ്മയും എങ്ങനെയാണ് അവരുടെ കുടുംബജീവിതത്തെ ആഘോഷമാക്കിയതെന്ന്. രാവിലെ എഴുന്നേറ്റ് 7 മക്കൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് പള്ളിയിലേക്ക് ഓടുന്ന അമ്മ. അപ്പന് ഹൈറേഞ്ചിനാണ് സ്ഥലമൊക്കെ ഉള്ളത്, കൃഷി അവിടെയാ. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ശനിയാഴ്ച രാത്രി ഓടിയെത്തി ഞായറാഴ്ച സൺഡേ സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് ഇടവയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നേരം വെളുക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെ ഓടുന്ന അപ്പൻ.
അതായത് ദേവാലയത്തോട്, ബലിപീഠത്തോട് ചേർന്ന് വളർത്തുന്ന ഈ മാതാപിതാക്കളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിൽ വിജയം പ്രാപിക്കണമെങ്കിൽ ദേവാലയത്തോട് ചേർന്നാണ് നിൽക്കേണ്ടത്. മക്കളെ ദേവാലയത്തോട് ചേർത്താണ് വളർത്തേണ്ടതെന്നുള്ള വലിയ സത്യം എനിക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ദേവാലയത്തോട് ചേർത്ത് വളർത്താനുള്ള വലിയ പരിശ്രമം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങള് ആ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സമയം മുതൽ ദേവാലയത്തോട് ചേർത്ത് വളർത്തുക. സ്നേഹമുള്ളവരെ, ഈ കുരുകിൽ പക്ഷി നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃക അതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ യാതൊരു പ്രാപ്പടിയന്മാർ വന്ന് പിടിച്ചോണ്ട് പോകാതിരിക്കാൻ, വഴിയിലും പുഴയിലും യാത്രകളിലും അന്യ സ്ഥലങ്ങളിലും അന്യദേശത്തൊക്കെ വസിക്കുന്ന കുഞ്ഞുങ്ങളെ തിന്മയുടെ ശക്തികൾ വന്ന് പിടിമുറുകാതിരിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ദേവാലയത്തില് ബലിപീഠത്തോട് ചേർത്ത് നമ്മൾ വളർത്തി വലുതാക്കണം അവരെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സ്വർഗീയ സങ്കേതമാണ് ദേവാലയം, ബലിപീഠം, വിശുദ്ധ ബലിയർപ്പണം, വിശുദ്ധ കുർബാന എന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെ മാതൃകയില്ല, കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ല എന്ന് നിലവിളിക്കുകയാണ്. ആരെ കണ്ടാണ് ഞങ്ങൾ വളരേണ്ടതെന്ന്? അതേ സ്നേഹമുള്ളവരെ, നമ്മളാണ് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ അയൽപക്കത്തെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഇടവയിലെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ടത്. രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയിലേക്ക് പോവുകയും കുർബാന അർപ്പണത്തിലും കൂദാശയിലും ചേർന്ന് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃകയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഹൃദയപൂർവ്വം നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ച് നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. ബലിപീഠത്തിലേക്ക് നമുക്ക് അവരെ കൂടെ ചേർത്ത് പിടിച്ച് അവരെ കൂടെ കൊണ്ടുവരാം. അവിടെ അനുഗ്രഹത്തിന്റെ പൂമഴ അവിടെ പെയ്യുകയാണ്. കൃപകളുടെ വലിയ ഒഴുക്ക് അവിടെ സംഭവിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ വാതായനം അവിടെ തുറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദേവാലയത്തോട് ചേർന്ന് ജീവിക്കുക. ഇവിടേക്ക് ഉത്തരം അവിടെയുണ്ട്. മറ്റൊരിടത്തെയും ആശ്രയിക്കേണ്ട. ദൈവസന്നിധിയില് ദേവാലയത്തിൽ നിന്നെത്തിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ഉറപ്പാണ്. സ്നേഹമുള്ളവരെ, അത് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാം. ഞാൻ, എൻ്റെ കുടുംബം ദേവാലയത്തോട് ചേർന്നാണ്, ബലിപീഠത്തോട് ചേർന്നാണ് ജീവിക്കുന്നതെന്നുള്ള വലിയ ഉറപ്പിലേക്ക് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. ആമേൻ.